ലളിതാംബികായേ നമഃ. സിന്ദൂരാരുണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത് താരാനായകശേഖരാം സ്മിതമുഖിം മാപീനവക്ഷോരുഹാം. പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോത്പലബിഭ്രതിം സൗമ്യാം രക്തകടസ്ഥരക്തചരണാം ധ്യായേത് പരാം അംബികാം. പ്രിയ ഭക്തജനങ്ങളെ, ഇന്ന് നാം ലളിതാ സഹസ്രനാമത്തിൽ മനസ്സിലാക്കാൻ പോകുന്ന നാമം ദേവിയുടെ 10ാമത്തെ നാമമായ മനോരൂപേഷു കോദണ്ഡ എന്നതാണ്. മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാത്രസായക നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല. ഈ ശ്ലോകത്തിലെ ആദ്യത്തെ നാമം കൂടിയാണ് മനോരൂപേക്ഷ കോദണ്ഡ എന്നത്. ഈ മനോരൂപേക്ഷു കോദണ്ഡ എന്ന് പറഞ്ഞാൽ മനോരൂപമായി എന്ന് വെച്ചാൽ സങ്കല്പ വികൽപ്പാത്മക ക്രിയാരൂപമായിരിക്കുന്ന. മനോരൂപമായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സങ്കല്പ വികൽപ്പാത്മക ക്രിയാരൂപമായി ഇരിക്കുന്ന ഇക്ഷുകോദണ്ഡത്തോട്. മനോരൂപേക്ഷു കോദണ്ഡ, ഇക്ഷുകോദണ്ഡം. ഇക്ഷുകോദണ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? കരിമ്പ് വില്ല്. ഇതിൻ്റെ ആന്തരിക അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മനുഷ്യൻ്റെ മനസ്സ് അതെപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കും. പലവിധമായ ചിന്തകളുടെ നൂലാമാലകളാണ് മനുഷ്യ മനസ്സ്. ആ മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ അത് സാധ്യമാകുമോ? തീർച്ചയായും സാധ്യമാകും. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചിന്തയ്ക്ക് കടിഞ്ഞാണിടാൻ നമ്മൾക്ക് സാധിക്കും. ദേവി സ്മരണ ഒന്നുകൊണ്ട് മാത്രം വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് ഈ ഒരു കാര്യം. ഈ വിഷയത്തിൽ ദേവിയായിട്ട് നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും ചെവിക്കൊള്ളുന്നവളാണ്, അനുവദിക്കുന്നവളാണ്. ഈ ആനുകൂല്യം കരിമ്പ് വില്ലുകൊണ്ട് പ്രത്യക്ഷമായി ഇരിക്കുന്നതാണ് എന്നതാണ് ഇതിൻ്റെ സാരം. മനോരൂപമായി സങ്കല്പ വികൽപ്പാത്മക ക്രിയാരൂപമായിരിക്കുന്ന ഇക്ഷുകോദണ്ഡത്തോട്. മനോരൂപേക്ഷു കോദണ്ഡ. കോദണ്ഡം എന്ന് പറയുമ്പോൾ, ഇക്ഷുകോദണ്ഡം എന്ന് പറയുമ്പോൾ കരിമ്പ് വില്ല് എന്നർത്ഥം. മനുഷ്യൻ്റെ മനസ്സിലെ ചിന്തകൾ, ആ ചിന്തകൾക്ക് കടിഞ്ഞാണിടാനുള്ള ശക്തി ദേവി നമ്മൾക്ക് പ്രദാനം ചെയ്യും. നാം ദേവിയെ ഭക്തിയോടെ സ്മരിച്ചാൽ തീർച്ചയായും നമ്മൾക്ക് അത് സാധ്യമാവും. അനാവശ്യമായ ചിന്തകളിൽ നിന്ന് നമ്മൾക്ക് മോചനം തീർച്ചയായും ലഭിക്കും. നമ്മളുടെ പ്രാർത്ഥന എല്ലാം ദേവി കേൾക്കും. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന എന്ത് കാര്യമായിക്കോട്ടെ, അമ്മ ജഗദാംബിക അതെല്ലാം അനുവദിച്ചു തരും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓം ശ്രീ ലളിതാംബികായേ നമഃ.